തിരുവനന്തപുരത്തെ ഈ ഒരു കൊട്ടാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായിട്ടുള്ള രാജാ രവിവർമ്മ ജനിച്ചു വളർന്ന കൊട്ടാരമാണിത്. 300 വർഷം പഴക്കവും 17 ഏക്കർ വിസ്തൃതിയുമുള്ള ഈ ഒരു കൊട്ടാരത്തിൽ നാലുകെട്ടുകൾ, കാവുകൾ, വിശാലമായ വരാന്തകൾ തുടങ്ങി തീർത്തും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. രവിവർമ്മ തന്നെ സ്ഥാപിച്ച ചിത്രശാലയാണ് ഈ കാണുന്നത്. അദ്ദേഹം വരച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ആസ്ഥാന ഗായകർ ഉൾപ്പെടെ കച്ചേരി നടത്തിയ നാടകശാലയാണിത്. ഇവിടത്തെ പൂർവികർ സംസ്കൃത നാടകങ്ങൾ, കൂത്ത്, കച്ചേരി, നൃത്തം തുടങ്ങിയ കലാപരിപാടികളെല്ലാം ഇവിടെയായിരുന്നു നടത്തിയിരുന്നത്. അദ്ദേഹം തന്നെ യൂറോപ്യൻ സ്റ്റൈലിൽ പണികഴിപ്പിച്ച ഈ ഒരു കെട്ടിടം പുത്തൻ മാളിക എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നിർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ബ്രിട്ടീഷുകാരിൽ നിന്നും രക്ഷപ്പെട്ട വേലുത്തമ്പി തളവ അവസാന യാത്രയിൽ ഇവിടം സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ ഉടവാൾ ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ശ്രീനാരായണ ഗുരു തുടക്കകാലത്ത് പഠനത്തിന്റെ ഭാഗമായി ഈ ആൽമര ചൂട്ടിൽ വന്നിരുന്നുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുടെ ഭാഗമാണ് ഈ ഒരു കൊട്ടാരം. പ്രകൃതി ഭംഗി കൊണ്ട് ഏറെ സമ്പന്നമായ കിളിമാനൂരിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം കിളിമാനൂർ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ.